Hi all, welcome to Study with PSC. LGS എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, സമുദ്ര ഗവേഷണത്തിനായി 2013 ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും പുതിയ ഉപഗ്രഹം ഏത്? ഉത്തരം സരൾ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏത്? ഉത്തരം കൂടിയാട്ടം. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രധാന വിഭാഗമായ ധ്രുപദ് ആരിലൂടെയാണ് പ്രശസ്തമായത്? ഉത്തരം മിയാൻ താൻസെൻ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിതയാര്? ഉത്തരം ദേവിക റാണി. കേരളത്തിന്റെ ഗവർണർ പദവിയും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനവും അലങ്കരിച്ച വ്യക്തിയാര്? ഉത്തരം വി ഗിരി. സൗന്ദര്യ ലഹരി ആരുടെ കൃതിയാണ്? ഉത്തരം ശ്രീ ശങ്കരാചാര്യർ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏത്? ഉത്തരം 2012 to 2017. 2012 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം റാവൂരി ഭരദ്വാജ. ശ്രദ്ധിക്കുക, 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്, ഗുൽസർ ആൻഡ് ജഗദ്ഗുരു രാമഭദ്രാചാര്യ. അടുത്ത ചോദ്യം നോക്കാം. ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം അഭിനവ് ബിന്ദ്ര. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം 3214 കിലോമീറ്റർ. താഴെ പറയുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത്? ഉത്തരം കോസി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏത്? ഉത്തരം ആരവല്ലി. ഏത് അയൽരാജ്യവുമായാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്? ഉത്തരം ബംഗ്ലാദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുതി നിലയം ഏത്? ഉത്തരം താരാപൂർ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം വാരണാസി കന്യാകുമാരി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പൈലറ്റ് ഇല്ലാത്ത ഭാരം കുറഞ്ഞ വിമാനം ഏത്? ഉത്തരം ലക്ഷ്യ. ഇന്ത്യയിലെ പ്രമുഖ കപ്പൽ നിർമ്മാണശാലയായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കൊൽക്കത്ത. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല ഏതു രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചതാണ്? ഉത്തരം റഷ്യ. പിന്തീയതയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഉത്തരം ക്രിപ്സ് മിഷൻ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ജസ്റ്റിസ് ഫസൽ അലി. അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആര്? ഉത്തരം ബരീന്ദ്രകുമാർ ഘോഷ്. ചൗരി ചൗര സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം. പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ചത് ആര്? ഉത്തരം ആത്മാറാം പാണ്ഡുരംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? 1919. താഴെ പറയുന്നവയിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരായ സൈനിക നടപടി ഏത്? ഉത്തരം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ഉത്തരം 5ാം പദ്ധതി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ റായ്ബലേറി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത് ആര്? ഉത്തരം രാജ് നാരായണൻ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തന്റെ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്ക്. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്? ഉത്തരം 42ാം ഭേദഗതി.
വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? ഉത്തരം 2005 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ശ്രദ്ധിക്കുക, നമ്മൾ 2024 കാര്യമാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഇപ്പോൾ നിലവിൽ ആക്ടിംഗ് ചെയർമാൻ ആണുള്ളത്, അതായത് ആക്ടിംഗ് ചെയർപേഴ്സൺ. അത് വിജയ ഭാരതി സയാനിയാണ്. ചെയർമാനെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇപ്പോഴത്തെ താൽക്കാലിക ചെയർമാൻ വിജയ ഭാരതി സയാനിയാണ്. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഹൂബ്ലി. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ഉത്തരം പേരാൽ. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആര്? ഉത്തരം അരബിന്ദ ഘോഷ്. ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്? ഉത്തരം കൊൽക്കത്ത. നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് രാഷ്ട്രത്തിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയമാണ്? ഉത്തരം USA. ഭരണഘടന നിലവിൽ വന്ന ശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്തായിരുന്നു? ഉത്തരം പഞ്ചാബ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം സുപ്രീം കോടതി. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല ഏത്? ഉത്തരം വയനാട്. ഭാരതപ്പുഴയുടെ പോഷക നദി ഏത്? ഉത്തരം കുന്തിപ്പുഴ. വെള്ളായണി കായൽ ഏതു ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം കൂത്തുങ്കൽ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേരളത്തിൽ ഒരുമ ബില്ലിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയ സ്ഥാപനം ഏത്? ഉത്തരം KSCB. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ചിന്നാർ. ശ്രദ്ധിക്കുക, ഇവിടെ ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കാരണം ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. ഓപ്ഷൻ ഡി ചിന്താർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാവാം അത് ഡിലീറ്റ് ചെയ്തത്. ശരിയായ ഉത്തരം ചിന്നാർ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ മയിലുകളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പക്ഷി സങ്കേതം ഏത്? ഉത്തരം ചൂളന്നൂർ. കേരളത്തിന്റെ കടൽ തീരത്തിന് എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട്? ഉത്തരം 580 കിലോമീറ്റർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. 2010 ഏഷ്യൻ ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ട മത്സരത്തിന് സ്വർണം നേടിയത് ആര്? ഉത്തരം പ്രീജ ശ്രീധരൻ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏത്? ഉത്തരം വെങ്ങാനൂർ. തൈക്കാട് അയ്യാഗുരുവിന്റെ പ്രശസ്തരായ 2 ശിഷ്യരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. മറ്റേത് ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏത്? ഉത്തരം ആത്മോപദേശ ശതകം. കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആര്? ഉത്തരം പണ്ഡിറ്റ് KP കറുപ്പൻ. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏത്? ഉത്തരം കണ്ണീരും കിനാവും. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആര്? ഉത്തരം ശ്രീകുമാര ഗുരുദേവൻ. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം CP ഗോവിന്ദപിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആര്? ഉത്തരം GP പിള്ള. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം VR കൃഷ്ണൻ എഴുത്തച്ഛൻ. സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത്? ഉത്തരം പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുന്നു. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു ബാർ കാന്തം ഏത് ദിശയിൽ നിൽക്കും? ഉത്തരം തെക്ക് വടക്ക്. ഡൈനമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം? ഉത്തരം യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു.
ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏത്? ഉത്തരം മീഥെയ്ൻ. ചരിത്രത്തിൽ ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച് ആവർത്തന പട്ടിക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം മെൻഡലീയേവ്. ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം? ഉത്തരം തെർമോമീറ്റർ. താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലമേത്? ഉത്തരം മാങ്ങ ഞെട്ടറ്റു വീഴുന്നു. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. അലുമിനിയത്തിന്റെ അയിരേത്? ഉത്തരം ബോക്സൈറ്റ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കാസർഗോഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? ഉത്തരം തുടയെല്ല്. ഒരു സങ്കരവർഗം പച്ചമുളകാണ്? ഉത്തരം അനുഗ്രഹ. ലോകത്ത് ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ? ഉത്തരം വൈറ്റമിൻ സി. ചിക്കൻ ഗുനിയ പനിക്ക് കാരണമായ സൂക്ഷ്മാണു? ഉത്തരം വൈറസ്. താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത പ്രകൃതി വിഭവമാണ്? ഉത്തരം കൽക്കരി. കാസർഗോഡ് ജില്ലയിൽ ദുരന്തം വിതച്ച കീടനാശിനി? ഉത്തരം എൻഡോസൾഫാൻ. നമ്മുടെ നാട്ടിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിവർഗമാണ്? ഉത്തരം വെരുക്. കൊതുക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി സ്കൂളുകളിലും വീടുകളിലും ആചരിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണ്? ഉത്തരം ഡ്രൈ ഡേ. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. 81 ഓപ്ഷൻ ഡി, 82 ഓപ്ഷൻ ബി, 83 ഓപ്ഷൻ സി, 84 ഓപ്ഷൻ എ, 85 ഓപ്ഷൻ ബി, 86 ഓപ്ഷൻ സി, 87 ഓപ്ഷൻ ഡി, 88 ഓപ്ഷൻ എ, 89 ഓപ്ഷൻ ഡി, 90 ഓപ്ഷൻ ബി, 91 ഓപ്ഷൻ എ, 92 ഓപ്ഷൻ സി, 93 ഓപ്ഷൻ എ, 94 ഓപ്ഷൻ സി, 95 ഓപ്ഷൻ ബി, 96 ഓപ്ഷൻ ഡി, 97 ഓപ്ഷൻ സി, 98 ഓപ്ഷൻ എ, 99 ഓപ്ഷൻ ഡി, 100 ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.